ക്രൈസ്തവ വിശ്വാസിയുടെ കത്തോലിക്കരുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ് പുരോഹിതർ. അവരെ ഒഴിവാക്കിക്കൊണ്ടോ അവരെക്കുറിച്ച് ചിന്തിക്കാതെയോ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് തന്റെ ഇഹലോക ജീവിതം കടന്നു പോകാനാവില്ല. ജനിച്ചു വീണ ദിവസങ്ങളിലെന്നോ തലയിൽ വീഴുന്ന മാമോദിസ വെള്ളം മുതൽ മരണസമയത്തെ അവസാന പ്രാർത്ഥന വരെ അവന്റെ ജീവിതം പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കടപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആശ്വാസമായും കൂദാശയായും പ്രാർത്ഥനയായും അവന് അവരെ ആവശ്യമുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ സഭ തകരും. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരും എന്നാൽ അതിപരിചയം കൊണ്ട് നാം മറന്നു പോവുകയും അവഗണിച്ചു കളയുകയും ചെയ്യുന്ന വൈദികരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉയരേണ്ടതിനും വേണ്ടിയുള്ള ശ്രമമാണ് വാച്ച് ആൻഡ് പ്രേയുടെ ഈ എപ്പിസോഡ്. എല്ലാ വൈദികരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഷെക്കൈന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് പ്രേയിലേക്ക് സ്വാഗതം. പുരോഹിതൻ, വൈദികൻ, അച്ഛൻ എന്ന പദങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ തന്നെയാണ്. പുരോഹിതൻ എന്ന് നാം മലയാളത്തിൽ നിർവചിക്കുന്ന പദത്തിന്റെ ഇംഗ്ലീഷ് രൂപം പ്രീസ്റ്റ് എന്നാണ്. ലത്തീൻ ഭാഷയിലെ പ്രൈ, ഇസെ എന്നീ ധാതുക്കളിൽ നിന്നാണ് പ്രീസ്റ്റ് എന്ന പദം രൂപം കൊണ്ടത്. പ്രൈ എന്ന വാക്കിന്റെ അർത്ഥം മുമ്പിൽ എന്നാണ്. ഇസെ എന്ന വാക്കിന്റെ അർത്ഥമാകട്ടെ ആയിരിക്കുക എന്നും. പഴയ നിയമത്തിലെ കോഹൻ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് പുരോഹിതൻ എന്ന പദം രൂപമെടുത്തത്. കുനിയുക എന്നും ആദരവ് കാട്ടുക എന്നുമാണ് ഇതിനർത്ഥം. ദൈവത്തിരുമുമ്പിൽ ആദരവോടെ നിന്ന് ദൈവജനത്തിനായി മാധ്യസ്ഥം വഹിക്കുക എന്നും ദൈവജനത്തിനു വേണ്ടി തിരുമുമ്പിൽ ആരാധന അർപ്പിക്കുക എന്നുമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സംസ്കൃതത്തിലെ പുരസ്, ഹിത എന്നീ പദങ്ങളിൽ നിന്നാണ് പുരോഹിത ശബ്ദം രൂപമെടുത്തത്. മുൻപിൽ നിർത്തപ്പെട്ടവൻ അഥവാ നേതൃത്വം നൽകുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വേദമെന്ന പദത്തോട് ഇക എന്ന പ്രത്യയം ചേർന്ന് രൂപപ്പെട്ടതാണ് വൈദികൻ എന്ന സംസ്കൃത പദം. വേദമറിയുന്നവനെന്നോ വേദത്തെ സംബന്ധിച്ചവൻ എന്നോ ഇതിനെ വിളിക്കാം. ദൈവജനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുകയും അതിനായി ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് അത് അവരോട് പ്രഘോഷിക്കുകയും ചെയ്യുന്നവരാണ് പുരോഹിതർ. കത്തനാർ, പട്ടക്കാരൻ, അച്ഛൻ എന്നീ പേരുകളിലും പുരോഹിതർ അറിയപ്പെടാറുണ്ട് എന്നതും നമുക്ക് അറിവുള്ളതാണല്ലോ. അധികാരി, നാഥൻ എന്നെല്ലാം അർത്ഥമുള്ള കർത്ത എന്ന സംസ്കൃത രൂപത്തിൽ നിന്നാണ് കത്തനാർ ഉണ്ടായതെന്നാണ് പദനിഷപ്തി. സഭയിലെ 7 കൂദാശകളിലൊന്നാണ് തിരുപ്പട്ടം. എന്നാൽ ഈ 7 കൂദാശകളും പുരോഹിതനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം മാമോദീസയ്ക്കും സ്ഥൈര്യലേപനത്തിനും വിശുദ്ധ കുർബാനയ്ക്കും കുംഭസാരത്തിനും രോഗിലേപനത്തിനും വിവാഹത്തിനും പുരോഹിതർ വേണമല്ലോ. ഇത് തന്നെയാണ് പൗരോഹിത്യത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നതും. അടിസ്ഥാനപരമായി ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാണ് പുരോഹിതർ. അവരെ ഔദ്യോഗിക തിരുസഭാധികാരികളാണ് തിരഞ്ഞെടുക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനത്താലാണ് അവർ നിയുക്തരാക്കപ്പെടുന്നത്. സഭാ ശുശ്രൂഷയാണ് അവരുടെ ദൗത്യം. മിശിഹായുടെ അധികാരത്തിലും ദൗത്യത്തിലുമുള്ള പങ്കുചേരലും പൗരോഹിത്യത്തിലുണ്ട്. ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരെ ഭാരമേൽപ്പിച്ച ദൗത്യം യുഗാന്ത്യത്തോളം സഭയിൽ നിർവഹിക്കപ്പെടുന്നത് തിരുപ്പട്ട കൂദാശയിലൂടെയാണ്. അങ്ങനെ അത് അപ്പസ്തോലിക ശുശ്രൂഷയുടെ കൂദാശയാണ്. ഔദ്യോഗിക സഭാധികാരിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇടയനായ മിശിഹായുടെ ദൗത്യത്തിലും അധികാരത്തിലും പങ്കുചേരുന്ന സഭാ ശുശ്രൂഷകരായി തീരുന്നതിന് തിരുപ്പട്ടത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നിയുക്തരായ ക്രിസ്തീയ വിശ്വാസികളാണ് വിശുദ്ധ ശുശ്രൂഷകർ എന്നുകൂടി വിളിക്കപ്പെടുന്ന പുരോഹിത ശുശ്രൂഷികൾ എന്നാണ് കാനൻ നിയമം 323 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗരോഹിത്യമെന്നത് സഭയുടെ ഒരു കണ്ടുപിടുത്തമാണെന്നും അതിന് ബൈബിൾ സംബന്ധമായ അടിത്തറയില്ലെന്നും ചില തെറ്റിദ്ധാരണകളുണ്ട്. അത്തരക്കാർ ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ്. തിരുസഭ പുരോഹിത ജനമാണ്. ഈ പുരോഹിത ജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും വിശ്വസ്തതയുടെയും കരുണയുടെയും കാര്യസ്ഥരുമാണ് പുരോഹിതരെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ റോമ 15:16, ഹെബ്ര 2:17-1 എന്നീ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിലെ അഹ്റോൻ മുതൽ പുതിയ നിയമത്തിലെ സക്കറിയ വരെ നിരവധി പുരോഹിതന്മാരെ ബൈബിളിന്റെ താളുകളിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ നിത്യപുരോഹിതനായി ഒരാൾ മാത്രമേയുള്ളൂ, ക്രിസ്തു. ആ പുരോഹിതന്റെ തുടർച്ചയാണ് ഇന്നത്തെ പുരോഹിതർ.
പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുരോഹിത വിശ്വാസങ്ങളെ വ്യത്യസ്തമായി അടയാളപ്പെടുത്തുന്നത് ക്രിസ്തുവുമായിട്ടുള്ള താരതമ്യത്തിലൂടെയാണ്. പണ്ടുകാലങ്ങളിൽ ഇന്നത്തേതുപോലെ പൗരോഹിത്യ പരിശീലനത്തിന് സംഘടിതമായ ഒരു രൂപമോ ഘടനയോ ഉണ്ടായിരുന്നില്ല. പുരോഹിതനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വിശുദ്ധനായ ഏതെങ്കിലും ഒരു വൈദികന്റെ ഒപ്പം താമസിച്ച് പഠിച്ച് പുരോഹിതനാകുന്നതായിരുന്നു അന്നത്തെ രീതി. പുരാതന ഭാരതത്തിലെ ഗുരുകുല സമ്പ്രദായത്തിന്റെ തുടർച്ച പോലെയായിരുന്നു അത്. വൈദിക പരിശീലനത്തിനായി കേരളത്തിൽ രൂപമെടുത്ത ആദ്യ സെമിനാരിയായിരുന്നു മംഗലപ്പുഴ. പിന്നീട് വടവാതൂർ, തിരുവനന്തപുരം മലങ്കര സെമിനാരി, കാർമൽഗിരി കുന്നോത്ത് എന്നിങ്ങനെ ഋതുഭേദങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ നിരവധി സെമിനാരികൾ പിറവിയെടുത്തു. ഓരോ രൂപതയിലുമുള്ള മൈനർ സെമിനാരികൾക്ക് പുറമെയാണ് ഇത്. ഈ സെമിനാരികൾ ഓരോന്നും ജന്മമെടുക്കുന്നതിനു മുൻപ് സിലോണിലെയും പൂനെയിലെയും സെമിനാരികളിൽ നിന്നായിരുന്നു നമ്മുടെ വന്ധ്യവയോധികർ സെമിനാരി പരിശീലനം നേടിയിരുന്നത്. യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ മൂർത്തിമത് ഭാവം കാരുണ്യമായിരുന്നു. ദരിദ്രരും രോഗികളും പീഡിതരും പരിത്യക്തരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിരുന്നു ക്രിസ്തുവിന്റെ ചുറ്റിനുമുണ്ടായിരുന്നത്. അവർക്കു വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയുമായിരുന്നു ക്രിസ്തു ചെയ്തത്. അതുപോലെ ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റാനും ക്രിസ്തുവിന് കഴിഞ്ഞു. തന്റെ ഹിതത്തിനു പകരം ദൈവത്തിന്റെ ഹിതം നോക്കാൻ ക്രിസ്തു മരണം വരെ സന്നദ്ധനായിരുന്നു. ബലിയർപ്പണത്തിനൊപ്പം ഇന്നത്തെ വൈദികരുടെ മുമ്പിലുള്ള വെല്ലുവിളികളിൽ ഇതും പെടുന്നുണ്ട്. സ്വന്തം ഹിതത്തിനു പകരം ദൈവത്തിന്റെ ഹിതത്തിന് യെസ് പറയാൻ കഴിയുന്നുണ്ടോ? സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ദൈവമഹത്വം അന്വേഷിക്കാൻ സാധിക്കുന്നുണ്ടോ? നേടാൻ പലതുമുണ്ടായിരിക്കെ പാവങ്ങൾക്കും അനാഥർക്കും വേണ്ടി പലതും നഷ്ടപ്പെടുത്താനും അവർക്ക് വേണ്ടി ജീവിക്കാനുമുള്ള സന്നദ്ധതയും ധൈര്യവുമുണ്ടോ? ഓരോ വൈദികരും സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിത്. ഇടയന് ആടുകളുടെ ഗന്ധമുണ്ടായിരിക്കണം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അർത്ഥം കൈവരിക്കുന്നത് ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ്. സുരക്ഷിത ലാവണങ്ങൾ വിട്ടുപേക്ഷിച്ച് പുറത്തേക്കിറങ്ങി വരാനും പാപ്പ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾ മഞ്ഞ അക്ഷരത്തിൽ മുക്കി വൈദികരുടെ മഹത്വം ഇല്ലാതാക്കി കളയുന്ന സംഭവങ്ങൾ ഇവിടെ പുത്തരിയൊന്നുമല്ല. ഇന്നലെ അത് സംഭവിച്ചിട്ടുണ്ട്, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാളെയും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ടതുമായ സംഭവങ്ങളെ പർവ്വതീകരിച്ചും സാമാന്യവൽക്കരിച്ചും ഉള്ളവയാണ് അവയെല്ലാം. മുഖ്യധാരാ മാധ്യമങ്ങളിലും ജനകീയ കലാരൂപവുമായ സിനിമകളിലും പുരോഹിതരെ അപമാനിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. മലയാള സിനിമയിലെ പല കോമഡി രംഗങ്ങളും വൈദികരെയും കുമ്പസാരത്തെയും അപമാനിച്ചുകൊണ്ടുള്ളതാണ് എന്നതും ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് ധരിക്കുന്ന ഒരു പുതിയ തലമുറ പൗരോഹിത്യത്തിൽ നിന്ന് അകന്നു പോകുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വ്യക്തിയുടെ കുറവ് പൗരോഹിത്യത്തിന്റെ കുറവല്ല. അത് പൗരോഹിത്യമെന്ന വിശിഷ്ടമായ പദവിയുടെ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുന്നുമില്ല. മണ്ണിൽ നിന്ന് രൂപമെടുക്കുകയും മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുന്നവന്റെ കുറവുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല പൗരോഹിത്യം മഹത്വപൂർണമാകുന്നത്. കുറവുകളോടുകൂടിയ പാപിയായ വൈദികനർപ്പിക്കുന്ന ബലികൾക്കോ അയാൾ പരികർമ്മം ചെയ്യുന്ന കൂദാശകൾക്കോ അതുകൊണ്ട് തന്നെ അർത്ഥം നഷ്ടപ്പെടുന്നില്ല. കാരണം പുരോഹിതനല്ല അവിടെ കുർബാന അർപ്പിക്കുന്നതും കുമ്പസാരം കേൾക്കുന്നതും വിശുദ്ധ കുർബാന നൽകുന്നതും, മറിച്ച് നിത്യപുരോഹിതനായ ക്രിസ്തു തന്നെയാണ്. എത്രയോ സമുന്നതമാണ് പുരോഹിത അങ്ങ് വഹിക്കുന്ന സ്ഥാനമെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. പുരോഹിതൻ ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയോ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി തീരുകയോ ചെയ്യുന്ന നിമിഷമാണ് അവ ഓരോന്നും. ആ നിമിഷങ്ങൾക്ക് പകരം വയ്ക്കാൻ കഴിയുന്ന മറ്റൊന്നില്ല തന്നെ. ഇത്രയും മഹത്തായ ശുശ്രൂഷയിൽ പ്രവേശിച്ചതിന് ശേഷം തങ്ങളുടെ പൗരോഹിത്യത്തിന്റെ മഹത്വം കെടുത്തിക്കളയുന്നവരും വിളിച്ചവനോട് വിശ്വസ്തത പുലർത്താത്തവരും ലോകമോഹങ്ങളിൽ വീണുപോയവരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം. ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ മഹത്വവും ധർമ്മവും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു
പോപ്പ് എമിറേറ്റ്സ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പുരോഹിത വർഷം പ്രഖ്യാപിച്ചത്. 2009 ജൂൺ 19 ഇത് സംബന്ധിച്ച് പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തിയത്. വൈദികരുടെ മധ്യസ്ഥനായി കത്തോലിക്ക സഭ വണങ്ങുന്നത് ഈ വിശുദ്ധനെയാണ്. ഒരു വൈദികൻ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിന് ലോകാവസാനം വരെയുള്ള മികച്ച മാതൃകയാണ് വിശുദ്ധ ജോൺ വിയാനി. കുമ്പസാരക്കൂടിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അധികമൊന്നും പോകാതെ വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച വൈദികൻ. പ്രാർത്ഥനയും ലാളിത്യവും പരിത്യാഗ പ്രവൃത്തികളും കൈമുതലാക്കി ജീവിച്ച വൈദികൻ. പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊരു വിശുദ്ധനെ പരിചയപ്പെടുത്താൻ കൂടി പുരോഹിത വർഷാചരണം കാരണമായി എന്നത് മാത്രമല്ല, അനേകം വൈദികർക്ക് തങ്ങളുടെ സമർപ്പണത്തെയും പൗരോഹിത്യ ശുശ്രൂഷയെയും കുറിച്ച് ആത്മവിശകലനത്തിനും ഈ വർഷാചരണം വഴിയൊരുക്കി. നവപൂജാർപ്പണം കഴിഞ്ഞപ്പോഴത്തെ ആവേശവും ആത്മാർത്ഥതയും കാലങ്ങൾ മുന്നോട്ടു പോകവേ എപ്പോഴെങ്കിലുമൊക്കെ ചോർന്നുപോയ വൈദികരെ വീണ്ടും പഴയ ആവേശത്തിലെത്തിക്കാൻ പുരോഹിത വർഷാചരണത്തിന് കഴിഞ്ഞുവെന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: മാലാഖയെയും ഒരു വൈദികനെയും കൂടി ഒരുമിച്ചു കണ്ടാൽ താൻ ആദ്യം വണങ്ങുക വൈദികനെ ആയിരിക്കും എന്നതാണത്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് അങ്ങനെ പറഞ്ഞതെന്നോർക്കണം. എത്രയോ മഹത്തായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് വിശുദ്ധൻ പൗരോഹിത്യത്തെ കണ്ടത് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. പുരോഹിതനാകാനുള്ള യോഗ്യതയോ വിശുദ്ധിയോ തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതനാകാതെ ജീവിതാന്ത്യം വരെ അസീസിയിലെ വിശുദ്ധൻ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഇന്ന് കത്തോലിക്ക സഭ പുരോഹിതരുടെ കാര്യത്തിൽ നേരിടുന്ന 2 പ്രതിസന്ധികളുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ വൈദികരുടെ നേരെയുള്ള അപവാദങ്ങളും തെറ്റിദ്ധാരണകളും. 2, വൈദികരുടെ എണ്ണത്തിലുള്ള കുറവ്. 1970 കാലഘട്ടത്തിൽ ആഗോള വ്യാപകമായി വൈദികരുടെ എണ്ണം 4,19,728 ആയിരുന്നു. 2017 ആയപ്പോൾ അത് 4,14,582 ആയി. വൈദികരുടെ എണ്ണത്തിൽ വരുന്ന കുറവ് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. വൈദികരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടെത്താനും അത് പറഞ്ഞു പരത്താനും ഒരുപാട് താല്പര്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും വൈദികനെ ദുഷിച്ച് സംസാരിച്ചിട്ടുള്ളവരുമായിരിക്കും നമ്മൾ. പക്ഷേ അതിനിടയിൽ നാം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. കുറവുകളും കുറ്റങ്ങളുമുള്ള നമ്മെപ്പോലെ തന്നെയാണ് വൈദികരുമെന്നത്. ഇടർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നല്ല, കുറവുകളില്ല എന്നുമല്ല. പക്ഷേ കുറ്റങ്ങളും കുറവുകളുമുള്ളവരായിരുന്നു ക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരും. ബൈബിളിൽ കാണുന്നത് കുറവുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുന്നതും ആ തിരഞ്ഞെടുപ്പിനു ശേഷം അവർ അഭിഷേകം ചെയ്യപ്പെടുന്നതുമാണ്. മോശ മുതൽ അപ്പോസ്തലന്മാർ വരെയുള്ളവരുടെ ചരിത്രം അതാണ് വ്യക്തമാക്കുന്നത്. വൈദികരുടെ മാനുഷികമായ കുറവുകളിലേക്ക് നോക്കാതെ അവരെ തെരഞ്ഞെടുത്ത ദൈവത്തിലേക്ക് നോക്കുക. അപ്പോൾ വൈദികരുടെ കുറവുകളെ നാം വിസ്മരിച്ചു പോകും. അതുപോലെ കുടുംബങ്ങളിൽ വൈദികരെക്കുറിച്ച് നല്ലത് സംസാരിക്കുക. ചെറുപ്പം മുതൽക്കേ പൗരോഹിത്യത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊടുക്കുക. പുരോഹിതരെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള പരിശീലനം അവർക്ക് കൊടുക്കുക. ഇതെല്ലാം വൈദികരോട് സ്നേഹം ഉണർത്താനുള്ള കാരണങ്ങളാണ്. ദേവാലയത്തോട് ചേർത്ത് നിർത്തിയും ശുശ്രൂഷകളിൽ പരിശീലനം നൽകിയും പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിച്ചും ദൈവവിളിയുടെ അൾത്താരയിലേക്ക് വഴിനയിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. ഇതുവഴിയെല്ലാം പൗരോഹിത്യത്തോട് സ്നേഹമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. പൗരോഹിത്യത്തിന്റെ പ്രസക്തി അകാരണമായി ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അത് ഏറ്റവും ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരസ്യമായ ബലിയർപ്പണമോ വിശുദ്ധ കുർബാന സ്വീകരണമോ കുമ്പസാരമോ ഇല്ലാതിരുന്ന ലോക്ക്ഡൌൺ കാലത്ത് വൈദികർ എത്രത്തോളം ഒരു വിശ്വാസിക്ക് അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയുകയായിരുന്നു. പാപങ്ങൾ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നവർക്കിടയിലും പാപങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷനായ വൈദികനോട് തുറന്നു പറഞ്ഞ് കുമ്പസാരക്കൂടിന്റെ കരുണയും അനുതാപവും ഏറ്റുവാങ്ങി സമാധാനത്തോടെ തിരികെ പോന്നിട്ടുള്ള നാം ഓരോരുത്തരും ഒരു വൈദികന്റെ വില തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൊറോണ വൈറസ് സംഹാരതാണ്ഡവമാടിയ ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ വൈദികർ മരണമടഞ്ഞത്. പ്രായാധിക്യം മൂലമുള്ള മരണങ്ങൾ എന്നതിനപ്പുറം
രോഗികളുമായുള്ള സമ്പർക്കം വഴി രോഗം ബാധിച്ച് മരണമടഞ്ഞവരായിരുന്നു അവരിൽ പലരും. മരണാസന്നരായി കഴിയുന്ന കോവിഡ് രോഗികളെ കുമ്പസാരിപ്പിച്ചും വിശുദ്ധ കുർബാന നൽകിയും അവരെ നല്ല മരണത്തിനൊരുക്കുന്ന വൈദികരുടെ ജീവൻ പണയം വെച്ചുള്ള നിസ്വാർത്ഥ സേവനങ്ങൾക്ക് നാം പകരം എന്താണ് നൽകുക? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണസമയത്ത് വൈദികന്റെ സാന്നിധ്യം എത്രത്തോളം അനുപേക്ഷണീയമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോവിഡ് രോഗികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റാനായി പോകുന്ന വൈദികരെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പള്ളികൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായി തെരുവുകൾ തോറും ട്രക്കുവാനുകളിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഫിലിപ്പൈൻ വൈദികനെക്കുറിച്ചുമുള്ള വാർത്തകൾ അക്കൂട്ടത്തിൽ വ്യത്യസ്തമായി നിലനിൽക്കുന്നു. ഇതുപോലെ എത്രയോ വൈദികരുടെ നന്മകളെ കൈപ്പറ്റിയാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ നിലകളിലെത്തിയിരിക്കുന്നത് എന്നും നന്ദിയോടെ ഓർക്കുക. നാം അനുഭവിക്കുന്ന വിദ്യാഭ്യാസവും ആരോഗ്യ സുരക്ഷയും മറ്റനേക സൗകര്യങ്ങളും ഇതുപോലെയുള്ള അനേകം വൈദികരുടെ സൗമനസ്യങ്ങളായിരുന്നു. ദേശത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റിമറിച്ച, ജാതിയുടെയോ മതത്തിന്റെയോ മുഖം നോക്കാതെ എല്ലാവരെയും ഒരേ ദൈവത്തിന്റെ മക്കളായി കണ്ട് എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്ത് കടന്നുപോയ എത്രയോ വന്ധ്യവൈദികരുടെ ഭൂമിയാണിത്. തങ്ങളെ തന്നെ മറന്ന് ദൈവജനത്തിന്റെ ജീവിത ഉന്നമനത്തിന് വേണ്ടി ഉരുകിത്തീർന്ന മെഴുകുതിരികളാണ് അവർ. അതെ, വൈദികരെ നമുക്ക് ആവശ്യമുണ്ട്, മുൻപ് എന്നത്തേക്കാളും ഏറെ. എല്ലാ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളിച്ചും ലോകം നൽകുന്ന ഉയർച്ചകളും ഉന്നത പദവികളും വേണ്ടെന്ന് വെച്ചും പൗരോഹിത്യമെന്ന ദൈവവിളിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. ആർക്കും വന്ന് കയറിക്കൂടാവുന്ന 8 മുഴം തുണിയുടെ സുരക്ഷിതത്വം നൽകുന്ന ഇടമൊന്നുമല്ല പൗരോഹിത്യം. അവിടേക്കുള്ള തിരഞ്ഞെടുപ്പിന് ദൈവത്തിന്റെ വിളിയും അതിൽ തന്നെയുള്ള നിലനിൽപ്പിന് ദൈവത്തിന്റെ കൃപയും ആവശ്യമുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തുടർച്ചയാണ് വൈദികരുടെ ജീവിതം. ലോകം വെച്ച് നീട്ടുന്ന മോഹങ്ങളോടും ക്ഷണികമായ സുഖങ്ങളോടും നോയെന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ദൈവിക കാര്യങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി കാഴ്ചകളും ബലികളും അർപ്പിക്കുവാൻ നിയുക്തരായവരാണവർ. അവരെ വെറുമൊരു കള്ളിയിൽ നാം ഒതുക്കി നിർത്തരുത്, നിസ്സാരവൽക്കരിക്കുകയും അരുത്. അവരുടെ മാനുഷിക ബലഹീനതകളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. ബധിരനും മൂകനുമായിരുന്നിട്ടും തന്റെ അവസ്ഥയെ മറികടന്ന് ഹോളി ക്രോസ് സന്യാസ സഭയ്ക്ക് വേണ്ടി വൈദിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രദർ ജോസഫിന്റെ ഡീക്കൻ പട്ടം ലോക്ക്ഡൌൺ കാലത്തെ മറ്റൊരു നല്ല വാർത്തയായിരുന്നു. ജനിതകശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെട്ടിരുന്ന ഗ്രിഗർ മെൻഡൽ, പ്രമേഹത്തിനാദ്യമായി ഇൻസുലിൻ ഉപയോഗിച്ച ഡോക്ടർ ഗിസപ്പി മോസ്കറ്റി, ബിഗ് ബാങ് തിയറിയുടെ പിതാവായ ജോർജസ് ലെമറ്റർ എന്നിവരെല്ലാം കത്തോലിക്ക വൈദികരായിരുന്നു. ഡോക്ടർ ഗിസപ്പി ആകട്ടെ ഇന്ന് വിശുദ്ധ പദവിയിലുമാണ്. ഇന്നും ഉന്നത പദവികൾ വേണ്ടെന്ന് വെച്ച് വൈദിക വേലയ്ക്കിറങ്ങുന്ന എത്രയോ ചെറുപ്പക്കാരുടെ നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നല്ല ലോകം. അതുകൊണ്ട് നല്ല ദൈവവിളികളുണ്ടാകാൻ നാം പ്രാർത്ഥിക്കണം. അതുപോലെ വൈദികർക്ക് വേണ്ടിയും. അത് നമ്മുടെ കടമയാണ്. അതുപോലെ നമ്മുടെ വികാരിയച്ഛന് അല്ലെങ്കിൽ നമ്മളറിയുന്ന ഒരു വൈദികന് ഇടർച്ചയുണ്ടായോ? പൗരോഹിത്യ ജീവിതത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായോ? എങ്കിൽ നമ്മുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നുവെന്നാണ് അതിനർത്ഥം. അദ്ദേഹത്തിന്റെ ഇടർച്ചകൾക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നും അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ
ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ മറിയത്തോടും വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയോടും നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി അവർ ജീവിക്കാൻ, വിളിയിൽ സ്ഥിരതയുള്ളവരാകാൻ, പ്രലോഭനങ്ങളുടെ കാസകൾ ചുണ്ടോട് ചേർക്കാതിരിക്കാൻ, ആരെ വിഴുങ്ങണമെന്നോർത്ത് സാത്താൻ അലറിപ്പാഞ്ഞു നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രിയ വൈദികരെ എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ഇടർച്ചകളിൽ നിന്നും പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ പൊതിഞ്ഞു സംരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട വൈദികരെ, നാളിതുവരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച എല്ലാ നന്മകളുടെയും പേരിൽ നന്ദി. ആരെങ്കിലും നിങ്ങളെ അപഹസിക്കുകയോ അപവാദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങളോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളില്ലെങ്കിൽ പരിശുദ്ധ കുർബാനയില്ല, പരിശുദ്ധ കുർബാനയില്ലെങ്കിൽ സഭയുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുകയും കാണാൻ കണ്ണുള്ളവൻ കാണുകയും ചെയ്യട്ടെ.